വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആമസോൺ, കോൺസെൻട്രസ്, ടെക് മഹീന്ദ്ര, സുദർലാൻഡ്, ഗൂഗിൾ, അതുപോലെ തന്നെ ടെലിപെർഫോമൻസ് ഇതുപോലുള്ള 15ഓളം കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ഫ്രഷേഴ്സ് ആയവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ജോബ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ അസോസിയേറ്റ് കസ്റ്റമർ സർവീസിലേക്കാണ് ഈ ഒരു കമ്പനി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, കമ്പനിയുടെ പേര് വരുന്നത് സുദർലാൻഡ്. അതുപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 0 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഫ്രഷേഴ്സ് അവർക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അക്കൗണ്ട് റിസീവബിൾ പ്രോസസ്സിനെ കുറിച്ച് ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജോബ് ടൈപ്പ് വരുന്നത് ഹൈബ്രിഡ് വർക്ക് ഫ്രം ഹോം ആണ്. നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാം. അതായത് 2 മോഡ് വരുന്നത്, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം, ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ സെക്കൻഡ് ജോബ് വരുന്നത് ഡാറ്റ അനലിസ്റ്റ് സപ്പോർട്ട് എഞ്ചിനീയറിലേക്കാണ് ഒരു കമ്പനി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, കമ്പനിയുടെ പേര് വരുന്നത് നോർസ്റ്റെല്ല എന്ന കമ്പനിയുടെ പേര് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി, നിങ്ങൾക്ക് എന്താണ് നോ പ്രിയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രഷർ ആയവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു ജോബിലേക്ക്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലുവൻസി ഇൻ റിട്ടൺ ഇംഗ്ലീഷ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് SQL, പിന്നെ അതുപോലെ തന്നെ ജാവ, പൈത്തൺ പോലുള്ള ഈ ഒരു കോഡിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് നോളജ് ഉണ്ടായിരിക്കണം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് ടെക് മഹീന്ദ്രയിലേക്കാണ് ഒരു കമ്പനി വിളിച്ചിട്ടുള്ളത്. കമ്പനിയുടെ പേര് വരുന്നത് ടെക് മഹീന്ദ്രയാണ്. അതുപോലെ തന്നെ ഇവിടെ 1 to 6 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്താണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 3.75 to 4.25 വരെയാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മാസത്തിലൊരു 35,000 രൂപ വരെ സാലറി എന്താണ് നിങ്ങൾക്ക് ക്യാഷ് ഇൻ ഹാൻഡായി ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രാജുവേഷൻ നോട്ട് റിക്വയർഡ് കൊടുത്തിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും പിന്നെ അതുപോലെ തന്നെ ഡിഗ്രിയിൽ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റിലേക്കാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് വർക്കിംഗ് ഡാറ്റ, അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇത് നോ പ്രിയർ എക്സ്പീരിയൻസ് റിക്കോർഡ് ഫ്രഷേഴ്സ് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഡാറ്റ സയൻസിലൊക്കെ നോളജ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ തന്നെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബാണ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് കോൺസെൻട്രേസിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, കോൺസെൻട്രേസിൽ ഒരു ഹൈദരാബാദ് ലൊക്കേഷനിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെയാണ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ ഓർ അണ്ടർ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. നിങ്ങൾക്ക് ഡിഗ്രി ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ വർക്ക് വരിക അധികം ഇമെയിൽ ചാറ്റിംഗ് ആൻഡ് ചാറ്റ് സപ്പോർട്ട് കാര്യങ്ങളുടെ വർക്ക് വരിക. ഓക്കെ, അതായത് കസ്റ്റമർ സർവീസും കാര്യങ്ങളുടെ വർക്ക് വരിക. പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് ഡാറ്റ അനലിസ്റ്റ് SQLിലേക്കാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഡാറ്റ അനലിസ്റ്റാണ് വർക്ക് വരുന്നത്. ഓക്കെ, നല്ല സാലറി എന്താണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, 40,000 മുകളിൽ എന്താണ് സാലറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വർക്ക് വരുന്നത് ഹൈദരാബാദ് ലൊക്കേഷനിലാണ്. നോ പ്രിയർ എക്സ്പീരിയൻസ് റിക്കോർഡ് ഫ്രഷേഴ്സ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ SQL വിത്ത് Excel അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോളജ് ഉണ്ടായിരിക്കും. കാരണം സാധാരണ നോർമലായിട്ട് ഡാറ്റ അനലിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾക്ക് എന്താണ് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് ടെക്നിക്കൽ സൊല്യൂഷൻസ് കൺസൾട്ടൻറ്റിലേക്കാണ് ഈ ഒരു ഗൂഗിൾ കമ്പനി വിളിച്ചിട്ടുള്ളത്. ഗൂഗിളിലേക്കാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മാസത്തിൽ 50,000 രൂപ വരെ സാലറി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രാജുവേറ്റ് അവർക്കും ഫ്രഷർ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു സ്റ്റുഡൻസിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു ലൊക്കേഷനുകൾക്ക് എന്താണ് ഈ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ്, കർണാടക, അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കാണ് വർക്ക് വരുന്നത്. അതുപോലെ തന്നെ നല്ല പാക്കേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോബ് ആരും മിസ്സാക്കരുത്. ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യുക. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പം ഇവിടെ കമ്പനിയുടെ പേര് വരുന്നത് VGDS ഗ്ലോബൽ LLP ആണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് വർക്ക് ഫ്രം ഹോം ജോബാണ് വരുന്നത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോളജ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നോളജ് ഉണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു ജോബ് അവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജോബ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം പെർമനൻറ്റ് വർക്ക് ആയിരിക്കും വരിക. അത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബാണ് വരുന്നത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കാറ്റഗറി വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്പെഷ്യലൈസേഷൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് അസോസിയേറ്റ് അക്കൗണ്ട് റിസീവബിളിലേക്കാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. കമ്പനിയുടെ പേര് വരുന്നത് യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലിലേക്കാണ് വിളിച്ചത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദ്. പിന്നെ അതുപോലെ തന്നെ സാലറി അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫുൾ ടൈം പെർമനൻറ്റ് വർക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇവിടെ 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പിന്നെ ഇവിടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾ എന്താണ് ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് കസ്റ്റമർ സപ്പോർട്ട് ക്വാളിറ്റി അനലിസ്റ്റിലേക്കാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. കമ്പനിയുടെ പേര് വരുന്നത് ഡിറ്റോ കമ്പനിയാണ്. ഓക്കെ,
ഇവിടെ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ്, പിന്നെ അതുപോലെ തന്നെ ഫ്രഷർ അവർക്ക് ഈ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. 0 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്ന് കഴിഞ്ഞവർക്ക് തന്നെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് ക്വാളിറ്റി അനലിസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഫ്രം ഹോം ജോബാണ്. ഇത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബാണ് വരുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഈ ഒരു ജോബ് അയച്ചു കൊടുക്കും. ഓക്കെ, ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്നാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് കമ്പനി വരുന്നത് ആമസോണാണ്. ഓക്കെ, ആമസോണിലേക്ക് സെല്ലർ സപ്പോർട്ട് അസോസിയേറ്റിലേക്കാണ് ഇത് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഡീറ്റെയിൽ വായിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് സ്പീക്ക്, റൈറ്റ് ആൻഡ് റീഡ് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നല്ല രീതിയിൽ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഷുഡ് ബി ഗ്രാജുവേറ്റ്, ഡിഗ്രി കഴിഞ്ഞവർക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആമസോണിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അവർക്ക് ഈ ഒരു ജോബ് അയച്ചു കൊടുക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് ഇൻറ്റേൺഷിപ്പ് എത്തിക് കോംപ്ലയൻസിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോൺ പേ ആണ് ഈ ഒരു കമ്പനിയുടെ പേര് വരുന്നത്. അതായത് ഫ്രഷർ ഗ്രാജുവേറ്റ്, ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്ന് കഴിഞ്ഞവർക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രഷേഴ്സ് അവർക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് പ്രൊഫഷൻസി ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആൻഡ് ഗൂഗിൾ സ്യൂട്ട്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാംഗ്ലൂരാണ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ കാലാവധി ഒരു 3 months ആണ്. ഓക്കെ, നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞവരെന്നാണെന്ന് നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ സ്കില്ലുകളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് വീഡിയോ സ്ട്രീമിംഗ് സ്പെഷ്യലിസ്റ്റ് GTech പ്രൊഫഷണൽ സർവീസിലേക്കാണ്. അതായത് ഗൂഗിൾ തന്നെയാണ് ഒരു കമ്പനിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഗൂഗിളാണ് കമ്പനിയുടെ പേര് വരുന്നത്. ഇവിടെ എലിജിബിലിറ്റിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാച്ചലേഴ്സ് ഡിഗ്രി ഓർ ഈക്വലൻറ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ എക്സ്പീരിയൻസ് ഇൻ എയ്തർ സിസ്റ്റം ഡിസൈനർ ഓർ ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുപോലെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരിക്കണം ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ വർക്ക് ഫ്രം ഓഫീസായിരിക്കും വരിക. ഇവിടെ ലൊക്കേഷൻ ഹൈദരാബാദാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കിയ ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ജോബിൻ്റെ ഡീറ്റെയിൽസും വായിച്ച് നോക്കുക, എന്തൊക്കെ ജോബിൻ്റെ നാച്ചറും കാര്യങ്ങളൊക്കെ വരിക എന്നത്. പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻറ്റേൺഷിപ്പിലേക്കാണ്. കരിയറാണ് കമ്പനിയുടെ പേര് വരുന്നത്. ഓക്കെ, ഫ്രഷറായവർക്കും ഗ്രാജുവേറ്റ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഓപ്പറേഷൻസ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിത്ത് നോളജ് ഇൻ ഇൻട്രസ്റ്റ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രിഫേർഡ്. ഓക്കെ, അതിലൊക്കെ നോളജ് ഉള്ളവർക്ക് തന്നെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ടെക്നിക്കൽ സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ പവർ BI അറിഞ്ഞിരിക്കണം. ERP നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ സ്കില്ലുകൾ ഉണ്ടായിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഫുൾ ടൈം വർക്ക് ഫ്രം ഓഫീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ടെലപെർഫോമൻസ് ആണ് കമ്പനിയുടെ പേര് വരുന്നത്. 0 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 2 LPA to 2.5 LPA വരെയാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പണിങ്സ് 500ഓളം ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഓക്കെ, പേര് ജോബ് അവസരം ആരും പാഴാക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേഷൻ നോട്ട് റിക്വയർഡ്. നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ +2 കഴിഞ്ഞവർക്കും പിന്നെ അതുപോലെ തന്നെ ഡിഗ്രിയിൽ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് എന്താണ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ ജോബിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് യോജിച്ച ഏതൊക്കെ ജോബുകളുണ്ട് അതൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.